നമസ്കാരം. തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു ചലച്ചിത്രകാരനുണ്ട്. സജീവൻ അന്തിക്കാട് എന്നാണ് പേര്. ടോവിനോ തോമസിനെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് സജീവനാണ്. സജീവൻ അറിയപ്പെടുന്ന ഒരു യുക്തിവാദി കൂടിയാണ്. മറ്റ് പല യുക്തിവാദികളെയും പോലെ രാഷ്ട്രീയ അന്ധത ബാധിച്ചിട്ടില്ല. സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സജീവനെ കണ്ടു പഠിക്കണം. അതുകൊണ്ട് തന്നെ പിണറായിയുടെ ദാസന്മാരെ സജീവന് ഭയമില്ല. സംഘപരിവാർ വിരുദ്ധനാണെങ്കിലും സംഘപരിവാർ എന്ന ഒറ്റ അജണ്ടയുടെ പേരിൽ എല്ലാം റദ്ദു ചെയ്യണം എന്ന വിശ്വാസമില്ല. CPMകാർ BJPയെ ചൂണ്ടിക്കാട്ടി അടിമപ്പണി ചെയ്യുന്നതിൻ്റെ ഭീകരതയെക്കുറിച്ച് ഇടയ്ക്കിടെ പറയും. ഈ സർക്കാർ ഫാസിസ്റ്റ് സർക്കാരാണ്, അവർ താഴെ ഇറങ്ങണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലാത്ത സജീവൻ അന്തിക്കാട് അതിനുവേണ്ടി നിരന്തരമായി തൻ്റെ തൂലിക ചലിപ്പിക്കുന്നു. സ്വതന്ത്ര ചിന്തകർ എന്ന് അവകാശപ്പെടുന്ന യുക്തിവാദികളും ബുദ്ധിജീവികളുമൊക്കെ പിണറായിയെയും ഇടതുപക്ഷത്തെയും വാരിപ്പുണർന്ന് അവർ കാട്ടുന്ന എല്ലാ ഫാസിസ്റ്റ് വൃത്തികേടുകൾക്കും ഓശാന പാടി പുരോഗമനം പ്രസംഗിക്കുമ്പോൾ പോയി പണി നോക്കണേ എന്ന് പറയാൻ തൻ്റെ ഇടമുള്ള അപൂർവം മനുഷ്യരിൽ ഒരാളാണ് സജീവൻ അന്തിക്കാട്. സജീവൻ്റെ വാളിൽ അനേകം കൗതുകമുണർത്തുന്ന പോസ്റ്റുകളുണ്ടെങ്കിലും ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് ഏറെ രസകരമായി തോന്നി. BJP അല്ല CPMനെയാണ് തോൽപ്പിക്കേണ്ടത് എന്ന് സജീവൻ തുറന്നു പറയുന്നത് വളരെ യുക്തിസഹമായി അനുഭവപ്പെട്ടു. 10 വർഷം ഭരിച്ച ഈ ഗവൺമെൻറ് എത്രയും വേഗം സ്റ്റാൻഡ് വിട്ടു പോകണം എന്ന് മുമ്പ് നടന്ന 3 ടൈപ്പ് ഇലക്ഷനുകളിലൂടെയും ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ചില സാംസ്കാരിക പ്രവർത്തകർ പറയുന്നത് BJPയെ മാത്രം തോൽപ്പിക്കണമെന്നാണ്. ഇത് UP ആണല്ലോ, ഇത് രാജസ്ഥാനാണല്ലോ, ഇത് മധ്യപ്രദേശാണല്ലോ, BJPയെ മാത്രം തോൽപ്പിക്കാൻ. എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെ തോൽപ്പിക്കേണ്ടത് CPMനെയാണ്. ഒരു ഏകാധിപതിയെ പോലെ നാട്ടാരെ പേടിപ്പിച്ച് ഭരിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്. എന്നാൽ പിണറായിയെ തോൽപ്പിക്കണമെന്ന് അവർ പറയില്ല. അവരുടെ സംഘടനയുടെ പേര് വേക്കപ്പ് കേരളം എന്നാണ്. കേരളം ഉണരണം, അവർക്ക് വെളുക്കാത്ത നേരം കേരളത്തിന് വെളുക്കണം എന്നാണ് വേക്കപ്പ് കേരള എന്നതിനർത്ഥം. എന്താണ് അവർക്ക് ഈ CPMനോട് ഇത്ര വലിയ സോഫ്റ്റ്നസ്? UPയിൽ മനുഷ്യരെ പോലീസ് ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലുമ്പോൾ ഭയങ്കര പീഡനം, ഇവിടെ പോലീസ് തല്ലിക്കൊന്നാൽ തീവ്രത കുറവ്. ഇതാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ബാലനും ശ്രീമതിക്കും പഠിക്കുകയാണോ? UPയിലെ പോലീസ് കുട്ടികളെ ലോക്കപ്പിലിട്ട് തല്ലി പേടിപ്പിച്ച് ആത്മഹത്യ ചെയ്യിച്ചാൽ അത് വലിയ മനുഷ്യാവകാശ ലംഘനം. ഇവിടെ വാടനപ്പള്ളിയിൽ വിനായകനെ അത് ചെയ്യിച്ചാൽ തീവ്രത കുറഞ്ഞ ലംഘനം. ഇതാണോ നിങ്ങൾ പറയുന്നത്? UPയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ എൻകൗണ്ടർ ചെയ്താൽ മനുഷ്യാവകാശ ലംഘനം. ഇവിടെ നിലമ്പൂർ കാട്ടിൽ അത് ചെയ്താൽ തീവ്രത കുറഞ്ഞ ലംഘനം. അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത്? UPയിൽ രാഷ്ട്രീയ ശത്രുക്കളെ കള്ളക്കേസിൽപ്പെടുത്തി ജയിലിലടച്ചാൽ ഭയങ്കര കുറ്റം. ഇവിടെ KM ഷാജഹാനെതിരെ അത് ചെയ്താൽ തീവ്രത കുറഞ്ഞ കുറ്റം. വാസ്തവത്തിൽ UPയിൽ BJP ചെയ്യാത്ത പല കുറ്റകൃത്യങ്ങളും ഇവിടുത്തെ CPMകാർ ചെയ്യുന്നുണ്ട്. പാർട്ടി വിട്ടു എന്ന കാരണത്താൽ TP ചന്ദ്രശേഖരൻ എന്ന പഴയ സഖാവിനെ പച്ചയ്ക്ക് 51 വെട്ടിക്കൊന്നത് UPയിലല്ല. രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ച് വെട്ടിച്ച് തിന്നത്, എന്നിട്ട് ആ കള്ളനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്, ഇതൊന്നും UPയിലല്ല. ഫസൽ എന്ന പഴയ സഖാവിനെ തല്ലിക്കൊന്ന് അദ്ദേഹത്തിന് ചോര പുരണ്ട ഷർട്ടെടുത്ത് RSSകാരൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് കൊണ്ടിട്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ വരെ ശ്രമിച്ചത്, ആ കേസിലെ പ്രതിയെപ്പോലും സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് UPയിലല്ല. TP ചന്ദ്രശേഖരനെ കൊല്ലാൻ വരുന്ന വണ്ടിയിൽ മാഷ അള്ള എന്ന് എഴുതി വെച്ച് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് UPയിലല്ല. ഇതൊക്കെ നടന്നത് കേരളത്തിലാണ്. ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. അവരെയാണ് തോൽപ്പിക്കേണ്ടത്. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത്? അതോ നിങ്ങൾ ഒളിച്ചു കളിക്കുകയാണോ? നിങ്ങൾ ഒന്നുകിൽ പാർട്ടി ഭക്തി കൊണ്ട് മതിമറന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഭയം കൊണ്ട് ചുരുണ്ടുകൂടിയിരിക്കുന്നു. കേരളത്തെ 10 വർഷമായി പിടികൂടിയിരിക്കുന്ന ഭയമാണിത്. ഒരാഴ്ച മുമ്പ് എൻ്റെ പണ്ഡിതനായ സുഹൃത്ത് ഫേസ്ബുക്കിൽ ഒരു ലേഖനം എഴുതി. എന്താണ് രാഷ്ട്രീയം, എന്താണ് അരാഷ്ട്രീയം എന്നൊക്കെ താത്വികമായി വിശദീകരിക്കുന്ന പോസ്റ്റ്. പുള്ളി പറയുന്നത് രാഷ്ട്രീയമില്ലാത്ത ആളുകളില്ല, നമ്മൾ പറയുന്ന പല അഭിപ്രായങ്ങളും രാഷ്ട്രീയമാണ്. നമ്മളിൽ പലരും വിചാരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകുന്നതോ കൊടി പിടിക്കുന്നതോ മുദ്രാവാക്യം വിളിക്കുന്നതോ മാത്രമാണ് രാഷ്ട്രീയമെന്നാണ്. എന്നാൽ അതല്ല രാഷ്ട്രീയത്തിൻ്റെ യഥാർത്ഥ അർത്ഥം. മനുഷ്യർ കൂട്ടമായി ഇരുന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയം. ഈ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും അഭിപ്രായമുണ്ടാകും. ഉദാഹരണമായി, ഒരു കൂട്ടത്തിലെ ഒരാൾ പറയുകയാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം നഷ്ടത്തിലാണ്, അതിനാൽ അവയെല്ലാം സ്വകാര്യവൽക്കരിക്കണമെന്ന്. ആ അഭിപ്രായം രാഷ്ട്രീയമാണ്. അതാണ് വലത് രാഷ്ട്രീയം. അപ്പോൾ നിങ്ങൾ പറയുന്നു അത് ശരിയല്ല, പൊതുമേഖല നശിപ്പിക്കുന്നത് ശരിയല്ല എന്ന്. അങ്ങനെ ഒരു അഭിപ്രായം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, അത് ഇടതുപക്ഷമാണ്. ഇതൊരു ഉദാഹരണം മാത്രം. ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഇതുപോലെ അഭിപ്രായം പറയേണ്ടി വരും. അതുകൊണ്ട് എല്ലാവർക്കും 365 ദിവസവും രാഷ്ട്രീയമുണ്ട് എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞത്. അതായത് രാഷ്ട്രീയ അഭിപ്രായം ഇല്ലാത്തവർ രാജ്യത്തില്ല എന്നാണ് പുള്ളി തെളിയിച്ചത്. പക്ഷെ പണ്ഡിതൻ 10 വർഷമായി ഈ മുഖ്യമന്ത്രിയുടെ നയങ്ങൾക്കെതിരെ ഒരു വരി പോലും എഴുതിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പുള്ളി മാത്രമല്ല, വലിയൊരു വിഭാഗം ബുദ്ധിജീവികളും പിണറായി വിജയനെതിരെ ഒരു വരി പോലും എഴുതാറില്ല. ഞാൻ അവരുടെ പേരുകൾ പറയുന്നില്ല. ഈ പിണറായി വിജയന് ഒരിക്കലും തെറ്റുപറ്റില്ലേ? പുള്ളി തെറ്റാവരം കിട്ടിയ ആളാണോ? വിമർശിക്കാൻ മാത്രം ഒന്നുമില്ലേ? അതുകൊണ്ടാണോ? ജവഹർലാൽ നെഹ്റു 12 കൊല്ലം തുടർച്ചയായി ഭരിച്ച ആളാണ്. അദ്ദേഹം ഏറ്റവും മികച്ച ജനാധിപത്യവാദിയായിരുന്നു.
എന്നിട്ടും അദ്ദേഹത്തെ എടുത്തിട്ട് അലക്കുകയായിരുന്നു അന്നത്തെ ബുദ്ധിജീവികൾ. നൊബേൽ സമ്മാന ജേതാവായിരുന്ന ഡോക്ടർ CV രാമൻ നെഹ്റുവിനെ പറ്റി പറഞ്ഞത് നെഹ്റുവിൻ്റെ പരീക്ഷണശാലകൾ ശാസ്ത്രത്തിൻ്റെ സെമിത്തേരികളാണ് എന്നായിരുന്നു. ആരെപ്പറ്റിയാണ് പറയുന്നത്? ഒരു പട്ടിണി രാജ്യമായിരുന്ന ഇന്ത്യയെ ആ പട്ടിണി പരിഗണിക്കാതെ ശാസ്ത്ര സാങ്കേതിക രാഷ്ട്രമാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്ന വ്യക്തിയെ. എന്താ ഡോക്ടർ CV രാമൻ വിമർശിക്കാൻ കാരണം? വിമർശിക്കാൻ ഭയമില്ല. ഒരു മൈദ സഖാവും വന്ന് തെറി വിളിക്കില്ല. ലോക പ്രശസ്ത ചരിത്രകാരനായിരുന്ന കൊസാംബി നെഹ്റുവിന് വല്ല സ്വൈര്യവും കൊടുത്തിട്ടുണ്ടോ? നെഹ്റുവിൻ്റെ ടെക്നോളജി വെറും കോപ്പി പേസ്റ്റാണ് എന്നല്ലേ പുള്ളി പറഞ്ഞത്. തനതായ ടെക്നോളജി അടിത്തട്ടിൽ നിന്നാണ് വളർന്നു വരേണ്ടത് എന്ന് കൊസാംബി പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? ഭയമില്ല. വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഒരു മൈദ സഖാവും വന്ന് തെറി വിളിക്കില്ല. ആർട്ടിസ്റ്റ് ശങ്കർ പുള്ളിയുടെ ഡെയിലി പണി നെഹ്റുവിനെ കളിയാക്കി കാർട്ടൂൺ വരയ്ക്കലായിരുന്നു. എന്താ അങ്ങനെ ചെയ്തത്? ഭയമില്ല. ഒരു മൈദ സഖാവും വന്ന് തെറി വിളിക്കില്ല എന്ന് മാത്രമല്ല, നെഹ്റു ശങ്കറിനോട് പറഞ്ഞത് ഡോൺ സ്പെയർ മീ ശങ്കർ എന്നാണ്. എന്നെ വെറുതെ വിടരുത് ശങ്കർ. അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കണം. എന്താ ശങ്കർ ഇങ്ങനെ വിമർശിക്കാൻ കാരണം? ഭയമില്ല. ആരെയും ഭയപ്പെടുത്തുന്ന നേതാവായിരുന്നില്ല നെഹ്റു. എന്തിന് നമ്മുടെ OV വിജയൻ പുള്ളിയും നെഹ്റുവിനെ എത്രയും വിമർശിച്ചിരിക്കുന്നു. അന്ന് കാർട്ടൂണിസ്റ്റ് ആയിരുന്നു OV വിജയൻ. ഇവർ മാത്രമല്ല, നീരാജ് C ചൗധരി, RK ലക്ഷ്മൺ, മഖ്ദൂദ് മൊഹിയുദ്ദീൻ, ഫായിസ് അഹമ്മദ് ഫായിസ്, സാഹിർ ലുധിയാൻവി, VS നൈപ്പാൾ, അങ്ങനെ എത്രയോ പേർ നെഹ്റുവിനെ മൊത്തമായും ചില്ലറയായും വിമർശിച്ചിരിക്കുന്നു. എന്നാൽ പിണറായി വിജയനെതിരെ ആർക്കും ഒരു വിമർശനവുമില്ല. ഒരു വരി 10 വർഷത്തിനിടയിൽ എവിടെ? 80 കഴിഞ്ഞ ഒരു പടുവൃദ്ധന് 3.5 കോടി ജനങ്ങളെ ഭയപ്പെടുത്തി കേരളം മുഴുവൻ റോബോട്ട് പോലെ നടക്കാൻ ഇവർ മൗനാനുവാദം കൊടുത്തു. ഇനിയും അത് അനുവദിക്കണോ? ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരു വോട്ടാണ്. ശ്രീ പിണറായി വിജയനും ഒരു വോട്ട് തന്നെ. വോട്ടർമാർ സമ്മതിദാനാവകാശം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏകാധിപതിയാകാനല്ല, എന്തും ചെയ്യാനുള്ള അധികാരവുമല്ല. പക്ഷെ അദ്ദേഹം ട്രാക്ക് മാറിപ്പോയി. ജാഗ്രതയില്ലാത്ത പൊതുസമൂഹം അതിനനുവദിച്ചു. ട്രാക്ക് മാറിപ്പോയി ഏകാധിപതിയെ താഴെ ഇറക്കി ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന മലയാളികളോടൊപ്പം നിൽക്കുന്നത് തന്നെ എത്രയോ അഭിമാനകരമായ നിലപാടാണ്. ആ സമയം BJP മാത്രം തോൽപ്പിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്നത് നഗ്നമായ എസ്കേപ്പിസമാണ്. വേക്കപ്പ് സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രശ്നം ഇവിടെ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ഗോത്ര സങ്കല്പത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അതാണ് പ്രശ്നം. ഗോത്രം എന്ത് തെറ്റ് ചെയ്താലും ഇൻ ഗ്രൂപ്പ് ഫേവറിറ്റിസമാണ് നിങ്ങൾക്ക്. സ്വന്തം ഗ്രൂപ്പിനോടുള്ള സ്നേഹം. ഗോത്രത്തെ തള്ളിപ്പറയാൻ പറ്റുന്നില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഗോത്രീയതയിൽ നിന്ന് പുറത്തു വരികയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരം വെളുക്കും. എന്നിട്ട് നിങ്ങൾ പറയണം വേക്കപ്പ് കേരള എന്ന്. കേരളം ഓൾറെഡി ഉണർന്നിട്ടുണ്ട്. നിങ്ങളാണ് ഉണരേണ്ടത്.